ഹലോ ഹായ് കൂട്ടുകാരെല്ലാവർക്കും മൂവി മേലൻ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ചെമ്മനീർ പൂവിൻ്റെ പുതിയ വിശേഷവുമായാണ് വന്നിട്ടുള്ളത്. സച്ചിൻ രേവതിയുടെ വീട്ടിലെത്തി. അമ്മ പറയും അച്ഛൻ്റെ ഫോട്ടോയിൽ വിളക്കച്ച് പ്രാർത്ഥിക്കാൻ പറയും. രണ്ടുപേരും കൂടി ഫോട്ടോയിൽ വിളക്കത്തിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദേവ് വന്ന് പറയും, സച്ചേട്ടാ ഷർട്ട് നല്ല അടിപൊളിയായിക്കണ്, നല്ല ഭംഗിയുണ്ടല്ലോ ഇട്ട് എന്ന് പറയും. അപ്പം സച്ചി പറയും, ഇതന്നെ വീട്ടിൽ അച്ഛനും അച്ഛമ്മയും പറഞ്ഞത്. അമ്മ ഈ ഷർട്ട് എവിടുന്നാണ് വാങ്ങിയത് എന്ന് ചോദിക്കും. അമ്മ പറയും, ഞാനല്ല മോനെ വാങ്ങിയത്, ശരത്താണ് ഷർട്ട് വാങ്ങിയത് എന്ന് പറയും. അപ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യമാവും ശരത്ത് വാങ്ങിയെന്ന് കേൾക്കുമ്പോൾ. ആ സമയത്ത് ശരത്ത് അങ്ങോട്ട് വരും. സച്ചി ഷർട്ട് ഊരിയിട്ട് ശരത്തിൻ്റെ മേലോട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കും. നീ വാങ്ങിയ ക്യാഷ് ഇട്ട് എനിക്ക് വേണ്ട, നീ എങ്ങനത്തെ ക്യാഷാണെന്ന് നീ എങ്ങനെ സമ്പാദിച്ചെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയും. രേവതി പറയും, സച്ചേട്ടൻ എന്താണ് ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് പല ടൈമിൽ പല സ്വഭാവമാണ് എന്നൊക്കെ അവൾ പറയും. അപ്പോൾ ശരത്തിനോട് പറയും, നീ നല്ല നേരായ മാർഗത്തിൽ കൂടി വാങ്ങിയതാണെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നത്, നീ എങ്ങനെ വാങ്ങിയതാണെന്ന് എനിക്കറിയാം, എനിക്ക് വേണ്ട. രേവതി നീ വരുന്നുണ്ടോ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. രേവതി പിന്നാലെ ചെല്ലും. രേവതിയും പോവും. അമ്മക്കും ഭയങ്കര വിഷമായി. അവിടെ നിൽക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ കാറിൽ രണ്ടുപേരും പോകുന്നതാണ്. സച്ചേട്ടൻ നിങ്ങളെന്താ ഇങ്ങനെ, നിങ്ങൾ ഇന്ന് കാണുന്ന സ്വഭാവമല്ല നാളെ കാണുമ്പോൾ. ഇനി എന്തെല്ലാം വീട്ടിൽ ചെന്നാൽ അമ്മ പറയും, പോയ വഴിയെ നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ അതും നിങ്ങൾ ഈ ബനിയനിട്ട് ഷർട്ട് ഇടാതെ ചെല്ലുമ്പോൾ എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, നിനക്കിപ്പോൾ എന്താ പ്രശ്നം, ഞാനൊരു ഷർട്ട് വാങ്ങിയിട്ടാൽ പോരെ എന്ന് പറയും. റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ മുമ്പിൽ കാറ് കൊണ്ട് നിർത്തും. അപ്പോൾ രേവതി പറയും, നിങ്ങൾ ഈ ബനിയനിട്ട് പോകണ്ട, ഞാൻ പോയി വാങ്ങാം എന്ന് പറയും. സച്ചേട്ടൻ്റെ സൈസൊക്കെ എനിക്കറിയാം. എൻ്റെ സൈസ് നിനക്കറിയില്ല, എൻ്റെ മനസ്സ് നിനക്കറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഷോപ്പിലേക്ക് ചെല്ലും. ഷോപ്പിലെ മുതലാളി സച്ചിയെ ബനിയനിൽ കാണുമ്പോൾ ആകെ എന്താ നോക്കി നിൽക്കും. രേവതി പറയും, ഒന്നും വിചാരിക്കേണ്ട, ആൾക്ക് പ്രാന്തൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ സച്ചി കുറച്ച് കോപ്രായങ്ങളൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ പറയും, ഞാൻ ഷർട്ട് ഇടാതെ വന്ന് നിങ്ങൾ കടയിൽ നിന്ന് ഷർട്ട് എടുക്കും എന്ന് പ്രതീക്ഷയോടല്ല വന്നത് എന്ന് പറയും. അപ്പം മുതലാളിക്ക് സന്തോഷം. നിങ്ങൾക്ക് അറിയല്ലേ എൻ്റെ കടയിൽ നിങ്ങൾക്ക് കറക്റ്റായ ഷർട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ ഷർട്ട് പോലും ധരിക്കാതെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അതേന്നറിയും. അങ്ങനെ സെയിൽസ്മാൻമാരൊക്കെ വിളിച്ച് സെൽഫിയൊക്കെ എടുപ്പിക്കും. എന്നിട്ട് പറയും, ഈ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കണം, പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടണം എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, സോഷ്യൽ മീഡിയയിൽ ഇടണ്ട, ഇപ്പോൾ ഒന്ന് വൈറലായി ഇറങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ എന്ന് പറയും. എന്നാൽ ശരി സാറേ, ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കട്ടെ, അത് ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെ സച്ചിക്കൊരു ഷർട്ട് ഇഷ്ടപ്പെടും. അത് രേവതിക്ക് വേറെ ഷർട്ടാവും ഇഷ്ടപ്പെടുക. പക്ഷേ സച്ചിക്ക് ആ ശരത്തിനോടുള്ള ദേഷ്യം കൊണ്ട് രേവതി ഇഷ്ടപ്പെട്ട ഷർട്ട് എടുക്കില്ല. സച്ചിൻ്റെ ഇഷ്ടത്തിനുള്ള ഷർട്ട് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിയതിന് ശേഷം രേവതി ചോദിക്കും, എന്താ സച്ചേട്ടാ ശരത്തിനോട് ഇത്ര ദേഷ്യം, ഇനി അവൻ എൻ്റെ അനിയനല്ലേ, ഇനി ഒന്നും മനസ്സിൽ വെക്കണ്ട എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, അവൻ ചെയ്തത് എന്താണെന്ന് എനിക്കറിയില്ല, എന്നാൽ അത് തുറന്ന് പറയും, എന്താ അവൻ ചെയ്ത തെറ്റി എന്ന് പറയും. സച്ചി ഒന്നും പറയാതെ വീണ്ടും കാറിൽ പോയിരിക്കും. രേവതി രണ്ടുപേരും കൂടി വീട്ടിലെത്തുമ്പോൾ ചന്ദ്ര ഉണ്ടാവും. ജോലിയെല്ലാം ചെയ്ത് തളർന്ന് ക്ഷീണിച്ചിരിക്കുകയോ വേർതിരിക്കണ്ടാവും. ശ്രുതി വന്നിട്ട് പറയും, ശ്രുതിയെ കൂടി വിളിച്ചുവിടായിരുന്നില്ല അമ്മേ, ഇന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് രേവതിയും സച്ചി എത്തും. അപ്പോൾ ചന്ദ്ര ചോദിക്കും ശ്രുതിയോട്, ശ്രുതി നീ അവൻ്റെ ഷർട്ട് കണ്ടോ, ഇതല്ലല്ലോ രാവിലെ അവനിട്ട് പോയത്, പിന്നെ പെട്ടെന്ന് രണ്ടുപേരും തിരിച്ചു വന്നിരിക്കും, എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്, അവനല്ലേ പോയത്, അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഈ ഷർട്ടല്ല, അത് ശരിയായി ഈ ഷർട്ടല്ലല്ലോ അവന് ധരിച്ചതെന്ന് പറയും. ആ സമയത്ത് രേവതി അങ്ങോട്ട് വരും. അപ്പോൾ അച്ഛമ്മ വന്നിട്ട് ചോദിക്കും, എന്താ രേവതി നീ അവിടുന്ന് വേഗം പോകുന്നത്, ഇന്നവിടെ നിൽക്കാനല്ലേ പറഞ്ഞിരുന്നു. അത് അച്ഛമ്മ ഇവിടെ ധാരാളം പണികളുള്ളതല്ലേ, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറയും. സച്ചിയോട് ചോദിക്കും, സച്ചി നീ രാവിലെ ഈ ഷർട്ടല്ലല്ലോ ഇട്ടത്, ഇതെന്ത് പറ്റി, എന്താ നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോയത് എന്ന് ചോദിച്ചു ഇരിക്കും. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.